Bless the Lord, O my soul, and forget not all his benefits. Samuel 103:2. Praise the Lord, good morning. God's love and mercy renew our lives each day with grace and hope. May his peace, strength, and blessing accompany you throughout this day. Amen. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദാനിയേൽ 3:67. തുടങ്ങി വെച്ചത് ദൈവമാണെങ്കിൽ അവനത് പൂർത്തീകരിച്ചിരിക്കും നിശ്ചയമായും. ഒരിക്കൽ 2 സുഹൃത്തുക്കൾ സർക്കസ് കാണുവാൻ പോയി. സർക്കസ് കാണുവാൻ പോയി. ആ സർക്കസിൽ ഉന്നം തെറ്റാതെ എറിയുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ മറ്റൊരാളുടെ തലയിൽ വെച്ചിരുന്ന ആപ്പിൾ ലക്ഷ്യമാക്കി കത്തി എറിയും. എന്നാൽ അവൾ എറിയുന്ന കത്തി മറ്റേയാളിൻ്റെ തലയിൽ സ്പർശിക്കാതെ ആപ്പിളിനെ മാത്രം സ്പർശിച്ച് പാഞ്ഞു പോകുമായിരുന്നു. സർക്കസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു സുഹൃത്ത് മറ്റേ ആളിനോട് പറഞ്ഞു, ആ പെൺകുട്ടി എറിയുന്നത് പോലെയാണ് ഞാനും എറിയുന്നത്. പറമ്പിൽ കയറി വരുന്ന പട്ടികളെ ഞാൻ കല്ലെറിയും. എന്നാൽ ഒരു കല്ല് ഇതുവരെയും ഒരു പട്ടിയുടെയും ദേഹത്ത് കൊണ്ടിട്ടില്ല. സുഹൃത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ആ പെൺകുട്ടിയെപ്പോലെ നിങ്ങൾക്കും ഉന്നം നോക്കി എറിയുവാൻ അറിയാം അല്ലേ? ഇവിടെ ആ സുഹൃത്തിൻ്റെയും പെൺകുട്ടിയുടെയും ഉന്നം താരതമ്യപ്പെടുത്തുവാൻ കഴിയുമോ? ആ പെൺകുട്ടി ഉന്നം നോക്കി എറിയുവാൻ നല്ല പ്രാഗൽഭ്യം ഉള്ളവളും ഈ സുഹൃത്ത് ഉന്നം നോക്കി എറിയുന്നതിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത ആളുമാണ്. അവരെ തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഉന്നം നോക്കുന്നതിൽ ഒരാൾ വിജയിച്ചവർ, അപരൻ പരാജയപ്പെട്ടവൻ. ആ പെൺകുട്ടി ആ സുഹൃത്തിനെ പോലെ ആയിരുന്നെങ്കിൽ ആപ്പിൾ തലയിൽ വെച്ചിരുന്നവൻ്റെ ജീവൻ എന്നേ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ പലരും മറ്റുള്ളവരുമായി സ്വയം താരതമ്യപ്പെടുത്തുന്നത് ഈ വിധത്തിലൊക്കെയാണ്. താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തവയെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് ഒരു വലിയ കഴിവാണ് അല്ലേ? അത് അന്തസത്ത നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. മോരും മുതിരയും പോലെ എന്ന ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. അവ തമ്മിൽ ചേരാത്തതുപോലെ ചേരാത്തവയെ തമ്മിൽ ചേർക്കുവാൻ പരിശ്രമിക്കുന്നത് വ്യർത്ഥമല്ലേ? ചേരാവുന്നത് തമ്മിലല്ലേ ചേർക്കുവാൻ കഴിയൂ. ആകയാൽ നമ്മെ തന്നെയും നമ്മുടെ മക്കളെയും സാമ്യമില്ലാത്തവരുമായി താരതമ്യം ചെയ്യുവാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ ചില മാതാപിതാക്കൾ മക്കളോട് പറയും, നോക്കടാ അവനെ കണ്ടുപഠിക്കുകയെന്ന്. അത് വലിയ ഭോഷത്വമാണ്. അവൻ്റെയും നമ്മുടെ മക്കളുടെയും ജീവിത രീതികൾ തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടാവാം.
അവ കണക്കാക്കാതെ താരതമ്യപ്പെടുത്തുന്നത് തന്നെ അബദ്ധമാണ്. ഒരു കഴുതയുണ്ടായിരുന്നു. അത് എല്ലാ കാലവും അതികഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഉടമ ആ ജോലി കണ്ട് എപ്പോഴും അതിനെ പ്രശംസിക്കുമായിരുന്നു. ഒരിക്കൽ അയാൾ അതിന്റെ പുറത്ത് ഒരു സ്വർണ്ണ പട്ട കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഉടമ പറഞ്ഞു, നീ നന്നായി ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള സമ്മാനമാണിത്. ഇനിയും പരിശ്രമം തുടരുക, ഇതിലും വലിയ സമ്മാനം നിന്നെ കാത്തിരിക്കുന്നു. കഴുതയ്ക്ക് തോന്നി, ഇപ്പോൾ തന്നെ ഞാൻ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, ഇനിയും നന്നായി പരിശ്രമിച്ചാൽ വലിയ സമ്മാനം തരുമെന്നാണ് ഉടമ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൻ രാപകലില്ലാതെ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതിനിടയിൽ കഴുത തന്റെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല. അവൻ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൻ അസുഖം പിടിപെട്ടു. പക്ഷേ അസുഖത്തിലായിരുന്നിട്ടും അവൻ ജോലി നിർത്തിയില്ല. ഇത് കണ്ട ഉടമ അവനെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. നീ നന്നായി ചെയ്യുന്നുണ്ട്. അവനെ ഒരിക്കലും തടഞ്ഞില്ല. കുറച്ചുനാൾ ഇത് തുടർന്നപ്പോൾ കഴുത ഗുരുതരമായ രോഗത്തിനടിമയാവുകയും ഒടുവിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഉടമ വന്ന് ആ സ്വർണ്ണ പട്ടയൂരി മറ്റൊരു കഴുതയ്ക്ക് കെട്ടിക്കൊടുത്തു. ഓർത്തു വെക്കാം, ജോലി ചെയ്യുക സൂപ്പർ കാർ ഇൻഡസ്ട്രിയുടെ എന്നത് അത്യാവശ്യമാണ്. പക്ഷേ അതുപോലെ തന്നെ വിശ്രമവും ആവശ്യമാണ്. പരിശ്രമം പോലെ തന്നെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മറക്കുന്നത് നല്ലതല്ല. പരിശ്രമശാലിയായ ഒരു കഴുതയുണ്ടായിരുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്, പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്മ വരട്ടെ. ഗുഡ് മോർണിംഗ്.